നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം. നമുക്ക് എപ്പോഴും ക്വാളിറ്റി വർദ്ധിപ്പിക്കാമല്ലോ. അപ്പോൾ പറയും എൻ്റെ ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല, ഇത് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അല്ലേ? ദമ്പതികൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ മക്കളുടെ ആത്മവിശ്വാസമായിട്ട് മാറുന്നത്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം, നിങ്ങൾ സ്നേഹത്തിലാണെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു വലിയ സുരക്ഷിതത്വം കൊടുക്കുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കൺസേൺ എക്കണോമിക്കായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അത് വേണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു, നിങ്ങളാകപ്പാടെ ക്ഷീണിക്കുന്നു. ഈ ലോണെല്ലാം അടഞ്ഞു പോകണ്ടേ, അപ്പോൾ ജോലി ചെയ്യണം, പിള്ളേരെയൊക്കെ നമുക്ക് പിന്നെ സ്നേഹിക്കാം എന്നൊക്കെ കരുതി പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, എപ്പോൾ ഉണ്ടെങ്കിലും സ്നേഹിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു ഏകാന്തത, ഒരു ലോൺലിനെസ് കൂടുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കിതിനൊരു പരിഹാരം എന്താണ്? കുറച്ചുകൂടെ ഒരു ഫാമിലി ടൈം ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഒരുമിച്ചിരിക്കുക, സ്നേഹമായിട്ട് കുറച്ച് സമയമൊക്കെ വർത്തമാനം പറയുക, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുക. ഞാൻ പറയുന്നത്, നമുക്കതിനൊന്നും കുറുക്കു വഴികളില്ല. നിങ്ങൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, അതായത് എന്തു വന്നാലും തമ്പുരാൻ്റെ മുമ്പിൽ 10 മിനിറ്റ് നമ്മളിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ എന്ന ഒരു നിർബന്ധം, അത് ഏത് യാത്രയ്ക്ക് പോയാലും എന്ത് സംഭവിച്ചാലും ഞാൻ 10 മിനിറ്റ് പ്രാർത്ഥിക്കും. അത് പിള്ളേർ വലുതായി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ പോരാ. കൊച്ച് ഓർമ്മ വെക്കാത്ത കാലം മുതൽ ആ കുഞ്ഞ് കണ്ടു വളരണം ഈ ഒരു റൊട്ടീൻ.